അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ ഖസ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ സനദ് സഹിതം ഇന്ന് നമ്മുടെ മർക്കസ് ഹസൻ ഇങ്ങനെ മൂപ്പര് ആരാണ് എന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഈ തിരുകേശം അത് വ്യക്തമായി അതിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഉസ്താദ്, കാന്തപുരം ഉസ്താദ് വരെ ആരിൽ നിന്ന്, പിന്നീട് ആരിൽ നിന്ന്, ആ പരമ്പരയോടുകൂടി അതിന്റെ എല്ലാ റെക്കോർഡും ഉള്ള തിരുകേശമാണ്. ലക്ഷങ്ങൾ അതിന് സാക്ഷിയാണ്. പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. അതായത് ആദ്യം കിട്ടിയ 2 കേശം അതിന് പട്ടിക്കാട് ജാമ്യാനൂരികളിലും മർക്കസിൽ നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനദും അതിന്റെ അപ്പുറത്തുള്ള സനദ് 2 വിധമുണ്ട്. 2 സനദും ഉണ്ട്. 2 സനദും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അതേ സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ 2 ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിന് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവരോടല്ലേ ചോദിക്കേണ്ട എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? ആര്? ഓ, ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ച് അവരെ കൂടി കൂട്ടിയിട്ട്, കാരണം പിന്നെ ഒരു വിവാദം വരണ്ടല്ലോ. ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പിന്നെ സനദ് ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ്. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ സനദ് സഹിതം ഇന്ന് നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക് ഈ ശറഫാക്കപ്പെട്ട ഷെയർ മുബാറക് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായിക്കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും
ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ മഹാനായ മർഹൂം നമ്മുടെ എല്ലാമായിരുന്നു KT മാനുസ്താദ്, അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞിരുന്നു? സമസ്ത ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രമാണ്. അതാണ് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റാരെങ്കിലും സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ബോർഡ് വെച്ചാൽ അത് സമസ്ത ആവുകയില്ല എന്നീ സന്ദർഭത്തിൽ പറയുകയും